Welcome to IFFK Diaries. Scene 1, take 1, action! ഹോളിവുഡിൻ്റെ അപ്രമാദിത്തിൽ നിന്ന് മറിച്ചു ചിന്തിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സിനിമകളിലേക്ക് സിനിമ ആസ്വാദകരുടെ കണ്ണു തുറപ്പിക്കാൻ IFFKക്ക് എക്കാലവും കഴിഞ്ഞിട്ടുണ്ട്. Five is the perfect number. ഇറ്റലിയിൽ നിന്നുള്ള സിനിമയാണ്. Aiutatemi a diventare quello che ero e perdonatemi per quello che sono. Amen. Totò, so Peppino lo Cicero. O figlia mia stanotte è uscita per una fatica e non è tornata. Peppino. È passato tanto tempo. 20 anni. È successo qualcosa, si andrà dello quartiere. Io sangue chiama sangue. Questa è la regola. Ti sei scordato? Che stai pensando di fare, Peppino? Tu ci stai? Ci sto, ma può fare chi? Sentimi buono animale. Voglio un incontro col tuo capo. Se non vuole che gli restituisco suo nipote a pezzi, digli che voglio che le cacci su figlia mia. Diciamo che sono tornato in vista. Come tu innamorata, നേപ്പിൾസിലെ കൊറോറ പട്ടണത്തിൽ ജീവിക്കുന്ന നിനോ എന്ന ചെറുപ്പക്കാരൻ ക്രൂരമാംവിധം കൊല്ലപ്പെടുന്നു. മുൻപ് വാടക കൊലയാളിയായിരുന്ന ഒട്ടേറെ ക്രൈമുകൾ ചെയ്ത പെപ്പിനോയുടെ മകനായിരുന്നു നിനോ. പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച പെപ്പിനോ തൻ്റെ പഴയ സംഘത്തിൽ നിന്നും 4 കൊലയാളികളെ കൂടി തിരഞ്ഞെടുക്കുന്നു. തൻ്റെ കാമുകിയായ റീത്തയോടും കൂട്ടുകാരനോടുമൊപ്പം പ്രതികാരത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു. ആ പട്ടണത്തെ തന്നെ ഇളക്കി മറിക്കുന്ന സംഭവ വികാസങ്ങളാണ് പിന്നീടുണ്ടായത്. 2019 വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ ചിത്രമാണ് 5 is the perfect number. Totò, so Peppino. Io ho bisogno di te. È passato tanto tempo. È successo qualcosa. O figlia mia stanotte è uscita per una fatica e non è tornata. Che vi serve? Siete Mr. X. Se hanno fatto qualcosa a Nino mia, scatena una guerra.
saresti tornato. Lasciami perdere, Rita. Non è pericoloso. Che stai pensando di fare, Peppe? Lo sangue chiama sangue. Tu ci stai? È una guerra in piena regola, non ce la farete mai da solo. Avete agitato l'acqua della pozzanghera e mo il fango sta venendo a galla. 2 più 2 più 1 5. 5 è il numero perfetto. E capi? Struzzo. Tenga ancora un rumore dei pallottoli di orecchie. Po. C'è che portella. IFFKയിൽ ഇത്തവണ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് മലയാള സിനിമകളുടെ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയായിരുന്നു. കച്ചവട സിനിമക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിരുന്നു തർക്കവിഷയം. എന്താണ് പേര്? ദീപക്. എന്ത് ചെയ്യുന്നു? ഞാൻ വനിതാ ശിശു വികസന വകുപ്പിൽ ജോലി ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ എത്രാമത് IFFKക്കാണ് ഇവിടെ വരുന്നത്? ഇതിൻ്റെ 5ാമത്തെ IFFK ആണ്. എന്താണ് മുമ്പ് വന്നിട്ടുള്ള IFFKയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ വന്നതും തമ്മിലുള്ള വ്യത്യാസം? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കമേഴ്ഷ്യൽ മൂവീസ് ഈ പ്രാവശ്യത്തെ IFFKയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കമേഴ്ഷ്യൽ മൂവിയുടെ എന്താ പറയുക നിലവാരം ഉയർന്നതുകൊണ്ടാണോ അതോ കമേഴ്ഷ്യൽ മൂവീസിന് കൂടുതൽ പ്രൊമോഷൻ ഈ പ്രാവശ്യം കിട്ടുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ കമേഴ്ഷ്യൽ മൂവീസ് കുറേ കണ്ടു ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ. പിന്നെ നല്ല മൂവീസ് ഉണ്ട് തീർച്ചയായിട്ടും. 7ഓളം സ്ത്രീ സംവിധായികമാരുടെ സിനിമകൾ മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകരായി എത്തിയിരുന്നു. സ്ത്രീകൾ സംവിധാനം ചെയ്ത ഒരു സിനിമ പോലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പാളിച്ചയായിട്ട് ഞാൻ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിലും പിറകിലും ധാരാളം സ്ത്രീ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് സംവിധായികമാരായിട്ടായാലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഗാനരചയിതാവിൻ്റെ റോളിലായാലും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ സിനിമകൾക്ക് പ്രാധാന്യം കൊടുത്ത നമ്മുടെ ഈ ഒരു IFFKയിൽ മലയാളി സംവിധായികമാരുടെ സിനിമകൾ എടുക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. IFFKയിൽ ഇടം നിഷേധിക്കപ്പെട്ട മറ്റൊരു സിനിമയാണ് തടിയനും മുടിയനും. ഭാഷയാണ് എൻ്റെ ജാതിയും ദേശം. ഈ ജാതി മതമില്ലാതെ ആരുമില്ലാവും. നീ ഹിന്ദുവാണല്ലേ? നായരാ? രണ്ട് ഭാഗത്തേക്ക് മുഴുകുന്ന നദിയാണ് തലച്ചോറ്. അതിനിടയിൽ മതിൽ കെട്ടുന്നവരാ സാരന്മാർ. നമ്മൾ പറയാറില്ലേ, മകനെ പോലെ, അമ്മയെ പോലെ, സഹോദരനെ പോലെ. അതൊന്നുമല്ലാത്ത ചില കൊടുക്കൽ വാങ്ങലുകളുടെയും കടന്നുവരവുകളുടെയും ക്രമത്തിലൂന്നിയാണ് അത് നിൽക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? നീ വാങ്ങി തുറക്കേ? ഇല്ല, ഞാൻ കണ്ടു, നീ ചെയ്ത ഞാൻ കണ്ടു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനി കൂടിയായ കൃഷ്ണവേണിയാണ് ഈ സിനിമയുടെ സംവിധായക. IFFK മേളയ്ക്ക് സമാന്തരമായി ലെനിൻ സിനിമാസിൽ നടന്ന സ്ത്രീകളുടെ ചലച്ചിത്രമേളയിൽ കൃഷ്ണവേണിയുടെ തടിയനും മുടിയനും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനൊരു സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ഐഡിയ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യം. ഞാൻ ഇപ്പോൾ KR നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻറ്റ് കൂടിയാണ്, സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻ്റാണ്, ഫൈനൽ ഇയർ. ഇതിന് മുന്നേ ഞാൻ പഠിച്ചത് ജേർണലിസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രമാണ് എൻ്റെ സ്ഥലം. എനിക്ക് IFFK എന്ന് പറയുന്നൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു വേദി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ചെറുപ്പം മുതൽ. അപ്പോൾ സിനിമയോട് മുമ്പ് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ജേർണലിസം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ഇത് ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ആ സമയത്ത് ഫെസ്റ്റിവൽസിന് പോകുക എന്നൊക്കെ പറയുന്നത്. അന്ന് തൊട്ട് സിനിമ കണ്ടു തുടങ്ങിയ താല്പര്യമാണ്. സിനിമയുടെ ഭാഗമാകണം, ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു 20ാമത്തെ വയസ്സിലൊക്കെയാണ് സിനിമ ചെയ്യണം എന്ന് ഒരു താല്പര്യം ഉണ്ടാകുന്നത്.
അതിനുശേഷം പറഞ്ഞ പോലെ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ സിനിമാറ്റോഗ്രഫിയാണ് പഠിക്കുന്നത്. സിനിമയോടുള്ള താല്പര്യം സിനിമ കണ്ടും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ ശേഷമാണ് കുറച്ചും കൂടി ഗൗരവമായിട്ട് സിനിമകൾ വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും കാണുകയും ഡിസ്കഷൻസും അത്തരം കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസും കൂടെയാണ് ഇത്ര പെട്ടെന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റൽ ഒരു ഫിലിം ചെയ്ത് നോക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. IFFK ഡയറീസിൽ ഇനി ഒരു ഇടവേളയാണ്. IFFK ഡയറീസ് തുടരുകയാണ്. എന്തായാലും ഞാനിപ്പോൾ ഇന്ന് കാണിച്ച ഈ തടിയനും മുടിയനും എന്ന് പറയുന്ന സിനിമ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ സംവിധായിക എന്നുള്ള രീതിയിൽ എന്താണ് അതിൽ പറയാൻ ശ്രമിച്ചതെന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് അത് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ്. എൻ്റെ ജീവിതവും എൻ്റെ മനസ്സും അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ ജീവിത സാഹചര്യം തമ്മിലുള്ള ഒരു തർക്കം പോലെയാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഒരു കൺവെൻഷണൽ സിനിമ രീതിയിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട ഒരു രീതിയാണ്, മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പുതിയ രീതി. ഒറ്റപ്പെട്ട സിനിമകളൊക്കെ പലരും ഇങ്ങനത്തെ വന്നിട്ടുണ്ട്. 2 കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്രെയിമിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഷോട്ടിലൊക്കെ തന്നെ ഒറ്റ ഷോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചുരുക്കം ഷോട്ടുകളിലൊക്കെ വരുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രീതി അങ്ങനെയാണ്. മാത്രമല്ല ഇത് വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള കുറേ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊരു ഐഡിയയിലേക്ക് വന്നത്, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത് ജീവിതത്തിൻ്റെ, അത് ഒരു സ്വന്തം ഒരു ഇത് മാത്രമാണോ അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രസൻറ്റേഷനായിട്ടാണോ വന്നത് എന്നുള്ളത്? ആക്ച്വലി ഇതിൻ്റെ റൈറ്റർ ഞാനല്ല, ഞാൻ ഡയറക്ടറാണ്. റൈറ്റർ ബിൻലാൽ ഉണ്ണി. ബിൻലാൽ ഉണ്ണി എൻ്റെ ഫാദറും കൂടിയാണ്. സിനിമ ബേസിക്കലി ഒരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഡയലോഗ് ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. ഇത് ശരിക്കും എന്താണ് പറയുക, അത്തരം ഒരു ജോണർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫോമിലുള്ള സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഇത്തരം സിനിമകൾ ഒരു സ്പേസ്, മിനിമൽ ക്യാരക്ടേഴ്സ്, 1 ആക്ടർ ഒരുപാട് തവണ വന്നിട്ടുള്ള സിനിമകളാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ 2 വശങ്ങൾ, അതിലുള്ള കൺഫ്യൂഷൻസ്, അതിലുള്ള അടിസ്ഥാനമില്ലായ്മ, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ഫിലിമാണ്. പറഞ്ഞു തരിക അല്ലെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്ത് വെക്കുകയല്ല, അവർ തമ്മിലുള്ളൊരു സംഭാഷണത്തിലൂടെ ഇത്തരം പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ബിലീഫ്സ് അല്ലെങ്കിൽ ഫിലോസഫി, അത്തരം അതിലൊക്കെയുള്ള ഒരു അടിസ്ഥാനമില്ലായ്മ, ഒരു ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ച് പോരുന്ന രീതികൾ, നമ്മുടെ ശീലങ്ങളൊക്കെ വേറൊരു ഐഡിയോളജി കൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് പൊളിച്ചെഴുതാൻ പറ്റും, അത്ര ഉറപ്പേ ഇതിനുള്ളൂ, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വെക്കുന്നൊരു സിനിമയാണ് ഇത്. എനിക്കാണിത് എക്സ്പെരിമെൻ്റൽ. ഇത്തരം സിനിമകൾ വേറെ വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. എനിക്കിത് എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഫിലിമാണ്. സോ അതാണ്. സ്ക്രിപ്റ്റ് എഴുതി വച്ച കാര്യങ്ങളെ നേരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമാണോ നമ്മൾ ഏറ്റെടുത്തത്, അതോ അതിനോട് നമ്മളുടെ ഒരു നിലപാടുകളുണ്ടല്ലോ, സംവിധായക എന്നുള്ള രീതിയിലൊരു നിലപാടുണ്ട്. അതിൻ്റെ ഭാഷയുടെ കാര്യത്തിലായാലും അതിൻ്റെ ഐഡിയോളജിയുടെ കാര്യത്തിലായാലും. ഐഡിയോളജി ആണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സംഭാഷണത്തിൽ വരുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടിൽ വന്നിട്ട് വീണ്ടും നമ്മൾ താഴത്തേക്ക് നമ്മുടെ നിലനിൽക്കുന്ന സംവിധാനത്തിലേക്ക് തന്നെയുള്ള ഒരു തരം കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ കുറേ കൂടി ക്ലാരിറ്റി വേണ്ടതായിട്ടുള്ള ഒരു രീതിയിലാണ് അതിനെ കൊണ്ടുവന്ന് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണോ നമ്മൾ ചെയ്തത്, മറിച്ച് സ്വന്തം ഒരു നിലപാടും കൂടിയാണോ ആ ഫിലിം എന്നുള്ളതാണ്. അതൊരു പേഴ്സണൽ ചോദ്യമാണ്, താല്പര്യം ഉണ്ടെങ്കിൽ പറയാമെന്നുള്ളതാണ്. എനിക്കിതിന് ഈ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത്, ഞാൻ ഫിലിം ഡയറക്ടറിൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കേസിൽ, ഈ പെർട്ടിക്കുലർ കേസിൽ ഇത് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അതിന് സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും ഈ സിനിമ ഞാൻ വിശ്വസിക്കുന്നത് റൈറ്റർ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ റൈറ്ററിൻ്റെ ജോലി കഴിഞ്ഞു. സോ പിന്നെ അത് ഡയറക്ടറിൻ്റെയാണ്. ഡയറക്ടറിന് അത് ഞാൻ അക്കാഡമിക്കായിട്ട് പഠിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുള്ള ആളുകൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി സിനിമയിൽ പറയുന്ന പോലെ വേറെ ആരെങ്കിലും വന്ന് അതിനെ പൊളിച്ചെഴുതുമെന്ന് അറിയില്ല ഇനി ഭാവിയിൽ.
ഇത് ഡയറക്ടറിൻ്റെ എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ അത് ഭയങ്കര വലിയൊരു ആർട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ, ഒരു അയാളുടെ ബ്രെയിനിൽ അയാളുടെ തലയിൽ സംഭവിക്കുന്നൊരു ഭയങ്കരമായ ഇതിന് വേറൊരു കുറേ ആസ്പെക്ട്സ് ഉണ്ട് ഇതിന്. അതിൻ്റെ വിഷ്വലൈസേഷൻ, അതിൻ്റെ എങ്ങനെ അത് ഫോം ചെയ്യണം, ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ നമ്മൾ വരച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഷോർട്സ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെ ആ ഒരു രംഗത്തിലൊരു മിസൻസ് സീൻ നമ്മൾ എല്ലാം ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്ന ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഫൈനലി ഡയറക്ടറുടേതാണ്. ലൈക്ക് ഞാൻ പറയുന്നത് ബാക്കി ആർക്കും ഇമ്പോർട്ടൻസ് ഇല്ല, ആരും ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, എല്ലാവരെയും കൊണ്ട് ഇത് ചെയ്യിക്കുക. ഫൈനലി അയാളുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ പുരുഷനായാലും സ്ത്രീ ആയാലും അത് വരുത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒപ്പം തന്നെ ഭയങ്കരമായൊരു കോർഡിനേഷനും ഭയങ്കരമായൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ആർട്ടാണത്. എന്തായാലും ഒരു ഇത്തരത്തിലുള്ളൊരു സിനിമ തുടങ്ങി വെച്ചു എന്നുള്ളതിലും പിന്നെ മാത്രമല്ല ഇത്ര സമയം നമ്മൾ കണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ വളരെ നല്ലതായതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമായിരുന്നു. അപ്പോൾ അതല്ലാതെ ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിൽ അതങ്ങനെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെയും അതിൻ്റെ ഡയറക്ഷൻ്റെയും കൂടി ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ ഇത് തിരിച്ചു വെച്ചും കൂടി ഒരു സ്ത്രീയുടെ ആംഗിളിൽ ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളും കൂടി സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്തരമുള്ള ചർച്ചകൾ എന്താണ്, അവർ ജീവിക്കുന്ന ലോകം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അവരുടെ പൊളിറ്റിക്കൽ തോട്ട് എന്താണ്, അവരുടെ അത്തരത്തിലുള്ള സിനിമയും കൂടി നമ്മൾ വരണം. അതിന് സ്ത്രീ ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് അത്തരം സിനിമകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തിക്കണ. അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്ന സമയത്ത് പോലും സ്ത്രീ ഡയറക്ടേഴ്സിൻ്റെ ഫിലിം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത്. അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടി ഉണ്ട്. കാരണം സിനിമാ രംഗത്ത് സ്ത്രീകൾ കാണികളായിട്ടും നടികളായിട്ടും ഒരുപാടുണ്ട്. കാരണം സിനിമയെ കൊണ്ടുപോകുന്ന 2 റോളുകളാണ് നടിയും കാണിയും എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന രംഗങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രംഗത്തേക്ക് ഇപ്പോൾ ക്യാമറ മാൻ എന്ന് പറയണേ, ക്യാമറ വുമൺ എന്ന് തന്നെ നമ്മുടെ ഭാഷയിൽ പോലും ഇല്ല. ഈ ഭാഷയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ലാതെ വരത്തക്ക വിധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് 2 പേരും ഉണ്ടെങ്കിൽ വ്യത്യാസമില്ലാതെ നമുക്ക് ഏത് പദം ഉപയോഗിക്കാം. സ്ത്രീകളില്ലാത്ത സ്ത്രീകളുടെ ഒരു അസാന്നിധ്യത്തിൽ ക്യാമറമാൻ എന്ന് പറയുന്നത് പുരുഷനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അത് തിരിച്ച് കോമൺ ആവുന്നവരെ നമ്മൾ ശരിക്കും സ്ത്രീ പുരുഷൻ എന്നുള്ള സ്പെസിഫിക് നമ്മുടെ റോളിൽ നിന്നുകൊണ്ട് തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്കാണ് അത് ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒറ്റ ചോദ്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു വ്യത്യാസമുള്ളൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നതിൽ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ധാരാളം സ്ത്രീകളെ പെൺകുട്ടികളെ ഈ രംഗത്തേക്ക് പുതിയ സിനിമ, കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ്. നമുക്കൊരു കാര്യം പറയാൻ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആയുധം എന്നല്ല ഒരു ഉപകരണം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു ഉപകരണം എന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകളെ, കൂടുതൽ സ്ത്രീകളെ, കൂടുതൽ വ്യത്യസ്തത ഉള്ള ആളുകളെ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയായിട്ട് ഇതിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ വേണിയെ പോലെയുള്ള ആളുകളുടെ വരവ് എന്തായാലും അതിന് സഹായകരമാവും. അപ്പോൾ ഇത്തരം സിനിമ നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അതിനെ എങ്ങനെയാണ് മറികടന്നതെന്ന് പറഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് കുറച്ച് സന്തോഷകരമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സഹായകരമായിരിക്കും. ആക്ച്വലി എൻ്റെ കേസ് കുറച്ച് ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫാദറാണ് ഇതിൻ്റെ റൈറ്റർ. എൻ്റെ ബ്രദർ, എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള എൻ്റെ ബ്രദർ തന്നെയാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ. പിന്നെ ഇതിൽ സഹകരിച്ച ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾ വഴി വന്ന ബന്ധങ്ങളും ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് ചോദ്യം മനസ്സിലായി. നമ്മൾ സെറ്റിലുള്ള ബുദ്ധിമുട്ട് ലൈക്ക് ഹ്യൂമണായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്കുള്ള പ്രോബ്ലംസിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നമുക്കുള്ളത് കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ എനിക്കിതിൽ കാര്യമായി ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഏത് സ്പേസിലാണെങ്കിലും, ഈവൻ നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്ക് ചില സമയത്ത് നമുക്ക് ഉള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജെൻഡർ ഇഷ്യൂവിൻ്റെ കാര്യം നമുക്ക് ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ അത് നമ്മളെല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്നതാണ്. വളരെ ശരിയാണ്. കാണികളും നടികളും മാത്രമേ ഞാനും ഇത്തവണത്തെ IFFKയിൽ കണ്ടുള്ളൂ ഇതുവരെ.
പിന്നെ സ്ത്രീ സിനിമ എന്ന് പറയുന്നത് ലൈക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആർട്ട് സിനിമയാണ്, എൻ്റെ മീഡിയം സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി എനിക്ക് അതിൽ ജെൻഡർ സംസാരിക്കുന്ന ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും ആ തോട്ട്. എനിക്ക് ആ ആർട്ടിൽ ജെൻഡർ സംസാരിക്കുക അല്ലെങ്കിൽ സ്ത്രീ ചെയ്യുക എനിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് അതുപോലും എനിക്ക് ഒട്ടും ടോളറബിളായിട്ടുള്ള കാര്യമല്ല. അതിൽ ആർട്ട് എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര ഡിഫറെൻറ്റ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ പിന്നെ അതിൽ സ്ത്രീയെക്കുറിച്ച് പറയണം, പുരുഷൻ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ട് അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, ഫോം നമ്മൾ പറയുന്ന, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്, എൻ്റെ സിനിമ മെസ്സേജ് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധത, കലാമൂല്യം, ഈ 2 വാക്കുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഈ 2 വാക്കുകൾ കേട്ട് അലർജി ആയ ഒരു ആളെന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമയിലൂടെ നമ്മളൊരു മെസ്സേജ് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ നമ്മൾ സ്ത്രീയെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുരുഷനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ എൻ്റെ മെയിൻ ലീഡ് കുറ്റകൃത്യം ചെയ്തിട്ട് അവസാനം ജയിലിൽ പോയാലേ സിനിമ നന്നാവുള്ളൂ, അയാൾ ജയിൽ മോചിതനായാൽ സിനിമ നന്നാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സിനിമ അതല്ല, ആ ആർട്ട് അതല്ല. നമ്മൾ ചില ഇടങ്ങളിൽ നമ്മൾ ഈ സ്ത്രീ പുരുഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പോലെ ആ ആർട്ടിനകത്തേക്ക്, ഞാൻ പറയുന്ന അതിൻ്റെ വർക്കിംഗ് ഏരിയ, അതിൻ്റെ ആ ഇൻഡസ്ട്രിയെ കുറിച്ചല്ല, ആ ആർട്ടിനകത്ത് നമ്മൾ എന്തുമാത്രം നമ്മൾ ഇത്തരം സ്ത്രീയെക്കുറിച്ചും കൂടി ഇത് പറയണം, ഇപ്പം അല്ലെങ്കിൽ പുരുഷൻ്റെ ഇന്ന കാര്യങ്ങൾ പറയണം, എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ആ ആർട്ടിനെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് ആണ് കാണുന്നതും അപ്രോച്ച് ചെയ്യുന്നതും ആസ്വദിക്കുന്നതും. സാധനം എന്നെ ചെറുതാന്ന് അറിയാം, നിനക്കറിയാം. ഒന്ന് ചുമ്മാണ്ടി അങ്ങനെക്കറിയാം, വെറുതെ അല്ല അവളങ്ങ് പോയത്. നാട്ടുകാരിങ്ങനെ കള്ളു പണിക്കാൻ വേണ്ടി ഓടുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അടിക്കും. വേരുകൾ അതിർത്തികൾ സൂക്ഷിച്ചില്ല, അവരെൻ്റെ നിന്ന് കരുതിയില്ല, ഓടുന്നിടമെല്ലാം സ്വന്തമാക്കി. ഒരു മരത്തിനുമേൽ മറ്റൊരു ചെടി വളർന്നു. സംസ്കാരം, നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ പേരിൽ പ്രണയരഹിതരായി 2 പേർ ഒരു വീട്ടിൽ എത്ര കാലം? ഈ കൈയും കാലും തലയും കൊണ്ടാണ് കോടി വർഷങ്ങളുടെ ഗതിവേഗങ്ങളിൽ നമ്മൾ പിടിച്ചത്. മറ്റൊരു സൂര്യന്റെ 3ാമത്തെ ഗ്രഹത്തിലെ താമസക്കാർ. നിന്റെ ഭൂമിയിലെ ദൈവങ്ങളെ മുകളിൽ നിന്ന് കാണുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. എൻ്റെ പെണ്ണും അവളൊരുത്തനോടൊപ്പം ഒളിച്ചോടിപ്പോയി. IFFK ഡയറീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.